അപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ പോവാണ്. അപ്പോൾ ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ പീച്ച് ഡാം കണ്ടുവരികയാണല്ലോ അല്ലേ? ഇവരെല്ലാം പീച്ച് ഡാമിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ക്യാഷ് റിവാർഡ് ക്യാഷ് തരുന്നതായിരിക്കും. ശരി, പീച്ച് ഡാം കണ്ടല്ലോ, ഭംഗിയായിട്ട് ആസ്വദിച്ചല്ലോ അല്ലേ? ഈ പീച്ച് ഡാം എന്നാണ് പണിത്, ആരാണ് ഉദ്ഘാടനം ചെയ്തത്? 1900 ആണ്. ചേട്ടന്മാർക്ക് പറയാൻ പറ്റിയ സമ്മാനം ഉണ്ട് കേട്ടോ. പീച്ച് ഡാം എന്നാണ് പണിതത്, ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പറയൂ പറഞ്ഞേക്ക്. എന്തിനാ അറിയത്തില്ല? ഓക്കെ, നിങ്ങൾക്ക് പോകാം. പീച്ച് ഡാം കണ്ടുവരികയല്ലേ? എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം പറയുകയാണെങ്കിൽ ക്യാഷ് പ്രൈസ് തരുന്നതായിരിക്കും അല്ലേ? പീച്ച് ഡാം കൊണ്ട് ആസ്വദിച്ചു വരില്ലേ? പീച്ച് ഡാം എന്നാണ് ഉദ്ഘാടനം ചെയ്തത്, ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പറയൂ. സമ്മാനം ഇപ്പൊ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ചേട്ടായി, ഒരു യൂട്യൂബറാണ്. ഒരു ചോദ്യം, നിങ്ങൾ പീച്ച് ഡാം കണ്ടുവരില്ലേ? ഒരു ചോദ്യം ചോദിക്കാൻ, അതിന് ഉത്തരം പറയുകയാണെങ്കിൽ ക്യാഷ് അവാർഡ് തരുന്നതായിരിക്കും. ചോദിക്കട്ടെ ചേട്ടാ? ഇങ്ങോട്ട് മാറിക്കുക. കാര്യം ആൾക്കാർക്ക് എൻട്രൻസ് അല്ല. ഇങ്ങോട്ട് മാറിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കുചേരാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാൻ പോകുന്നവർക്കും ഇവിടുന്ന് വരുന്നവർക്കും പങ്കുചേരാം. ചേട്ടാ, ഈ പീച്ച് ഡാം എന്നാണ് പണിതത്, ആരാണ് ഉദ്ഘാടനം ചെയ്തത്? 57. ഡേറ്റ് പറ. ഏത് ഡേറ്റിലാണ്? ഏത് മാസം? ഏത് ഡേറ്റ്? റാവു എന്ന് പറഞ്ഞ പോലെ ഒരു റാവു ഉണ്ട്, പക്ഷെ അതിന് മുമ്പിലുള്ള എന്താണ്? അപ്പൊ പറയാൻ സാധിക്കുമോ? ഇല്ല, സോറി, കുഴപ്പമില്ല. ദൂണ്ട് പുറകിൽ പോയി നോക്കിയിട്ട് പോക്കോ, അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ശരി, അപ്പൊ താങ്കൾക്ക് ക്യാഷ് അവിടെ കിട്ടില്ല. നിങ്ങൾ പീച്ച് ഡാം കണ്ടിട്ട് വരികയല്ലേ അല്ലേ? ഇതിന് പീച്ച് ഡാമിൽ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് എവിടെ നിന്നാണ് വരുന്നത്? കുട്ടനെല്ലൂർ. അപ്പോൾ കുട്ടനെല്ലൂരിൽ നിന്ന് വരുന്ന ചേച്ചികൾ ചേട്ടനോട് ചോദ്യം ചോദിക്കാൻ വേണം. മോൾ തന്നെ ചോദിക്കാം. പീച്ച് ഡാം എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? പണിതല്ല, ഉദ്ഘാടനം. ചേച്ചി, നിങ്ങൾക്കാർക്ക് ആരെങ്കിലും പറയാം കേട്ടോ, സമ്മാനം തരുന്നതായിരിക്കും. അറിയില്ല ഇല്ലേ? അവിടെ പുറകിൽ എഴുതിയിട്ടുണ്ട്. ഇത് കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ പറയാം. 1957 ഒക്ടോബർ 4. എത്രയാ മോനെ? 1957 ഒക്ടോബർ 4. പറഞ്ഞേ, ഒക്ടോബർ 4. ഡോക്ടർ രാമകൃഷ്ണ റാവു കേട്ടോ. രാമകൃഷ്ണ റാവു, ഗവർണർ ഓഫ് കേരള. അന്നത്തെ ഗവർണറായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ഈ പീച്ച് ഡാം ഉദ്ഘാടനം ചെയ്തത്. പഠിക്കണം, ജനറൽ PSC ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നിങ്ങളെല്ലാം പീച്ച് ഡാം കണ്ടുവരികയല്ലേ? ചേട്ടായി, ഉത്തരങ്ങൾ പറയരുത്, ചോദിക്കുക, ഇടയ്ക്കറി പറയരുതേ. ഞാൻ ഇവിടെ ചോദിക്കാം, നിങ്ങളോടല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അല്ലേ? കാണാൻ പോകുന്നുള്ളൂ, കുഴപ്പമില്ല, കേട്ടിട്ട് പോ കേട്ടോ. അപ്പോൾ പീച്ച് ഡാം കണ്ടിട്ട് വരികയാണ്. ഈ പീച്ച് ഡാം എന്നാണ് ഉദ്ഘാടനം ചെയ്തത്, ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പറയൂ മോളെ. പീച്ച് ഡാം കണ്ട് ആസ്വദിച്ച് വരികയല്ലേ? പറയൂ. ക്യാഷ് റിവാർഡ് തരുന്നതായിരിക്കും. 500 രൂപ തരുന്നതായിരിക്കും. 1998. ഉത്തരം തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ബൈ. എന്നാണ് നമ്മുടെ പീച്ച് ഡാം തറക്കല്ലിട്ടത്? 1949 നവംബർ 15-ാം തീയതി അന്നത്തെ കൊച്ചി രാജപ്രമുഖ ധർമ്മരാജയാണ് പീച്ച് ഡാമിന് കല്ലിട്ടത്. അതല്ലേ? ഏത് രാജ? ധർമ്മരാജ. അദ്ദേഹത്തിന് ആസ്ഥാനം എവിടെയായിരുന്നു? കൊച്ചിയിലായിരുന്നു അല്ലേ? അപ്പൊ അദ്ദേഹമാണ് തറക്കല്ലിട്ടത് അല്ലേ? ഓക്കെ, ഇതൊരു ഇൻഫർമേഷൻ ആണ്. ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ടാ കേട്ടോ. 134 അടി താഴ്ച, 700 അടി നീളം, 47 സ്ക്വയർ മൈൽ വിസ്തീർണം. 134 അടി താഴ്ച, 700 അടി നീളം, 47 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണം അല്ലേ ഈ പീച്ച് ഡാമിന്റെ? ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഇൻഫർമേഷൻ. ഈ പീച്ച് ഡാമിന്റെ ഈ ചോദ്യം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് പഠിക്കുക, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. ആളുകൾ ഇങ്ങനെ നോക്കി വരുന്ന മാത്രമേ ശ്രദ്ധിക്കുന്നില്ലെന്നൊരു ഇതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നവരെ ബൈ.